എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്ന ഫിഷ് കണ്ണാണ്. നമ്മൾ വളരെയധികം ചിലവ് കുറച്ചിട്ട് ഉണ്ടാക്കുന്നതാണ്. നമുക്ക് ഈ സാധനം ഉണ്ടാക്കി വന്നപ്പോൾ നമുക്കൊരു 1000 രൂപ നമുക്ക് ചിലവ് വന്നിട്ടുള്ളൂ. നമ്മൾ സ്വയമായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 1000 രൂപ ചിലവ് വരുള്ളൂ, അല്ലെങ്കിൽ നല്ല പൈസ വരും. എന്നാൽ അതിനുള്ള പണി ഇരുമയുണ്ട്. അപ്പോൾ നമുക്കൊരു പണിയാണ്, നമ്മൾ അധികം സംസാരിക്കണം, നമുക്ക് നേരെ വീഡിയോയിലേക്ക് തന്നെ പോകാം. നമ്മൾ എടുത്തേക്കണ ആ ഒരു പീസ്, അതായത് മരത്തിൻ്റെ ആ ഒരു കഷ്ണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 13 സെൻറ്റിമീറ്റർ വീതിയുണ്ട്, 2 സെൻറ്റിമീറ്റർ കനവുമുണ്ട്. അപ്പോൾ നമ്മളിത് സെൻറ്ററിൽ കൂടി കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഒട്ടിക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു സൈഡിൽ നമ്മൾ 2 ഇഞ്ച്, ഒരു സൈഡിൽ 3 ഇഞ്ചാണ് നമ്മൾ വെക്കണത്. എന്നിട്ട് നമ്മൾ തിരിച്ചും മറിച്ചിട്ടാണ് ഈ സാധനം ഒട്ടിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ സാധനം നേരെ നമുക്ക് കൊണ്ടുപോയിക്കൊണ്ട് നമുക്ക് കട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റാങ്ങാട് പീസെല്ലാം കട്ട് ചെയ്തിട്ടാണ്. ഇനിയിപ്പോൾ നമ്മളിത് ഒട്ടിക്കാൻ പോയതാണ്, അറാളേറ്റിൽ നമ്മൾ ഒട്ടിക്കാൻ പോകുന്നത്. എന്നിട്ട് നമ്മൾ സ്ക്രൂവും വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് ഒട്ടിച്ചെടുക്കാനാണ്. അപ്പോൾ ഈ പീസൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചേക്കുന്നുണ്ട്. നമ്മൾ അറാളിറ്റിൽ അത് ഒട്ടിക്കുന്നത്. അറാളിറ്റിൽ നമ്മൾ സ്പീഡ് മേടിച്ചില്ല. സ്പീഡ് മേടിച്ചിട്ടുണ്ടെങ്കിൽ എന്താ കുഴപ്പം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും വലുത് കാരണം നമ്മൾ പെട്ടെന്ന് ഒട്ടിക്കുമ്പോൾ നമുക്ക് അത് സ്പീഡ് പെട്ടെന്ന് ഒട്ടിപ്പോവും. ഇതാകുമ്പോൾ കുറച്ച് ടൈം എടുത്താലും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി നല്ലത് എപ്പോഴും ഈ സ്ലോ ആണ്. അപ്പോൾ നമുക്ക് അത് 2 പീസും കൂടി നമുക്ക് ഞങ്ങൾ ഒട്ടിച്ച് കൊടുക്കാറുണ്ട്. പിന്നെ 2 സൈഡിൽ നമ്മൾ ഏറ്റവും അറ്റത്ത് സ്ക്രൂ ഒക്കെ ഉണ്ട്, പിന്നെ ഇപ്പുറത്തും പിന്നെ സെൻട്രലിൽ സ്ക്രൂ ഒക്കെ ഉണ്ട്. നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ബലമായി പോകും. അപ്പോൾ നമ്മൾ എടുത്തേക്കുന്നത് സ്റ്റീൽ സ്ക്രൂ ആണ് എടുത്തേക്കണത്. അത് 1.5 ഇഞ്ച് ഉള്ളു. അതായത് സ്റ്റീൽ സ്ക്രൂ ശരിക്കും വേണമെങ്കിൽ 1.5 ഇഞ്ച് കറക്റ്റാണ് അതിന്. അപ്പോൾ അതൊക്കെ നല്ല അടിപൊളിയായിട്ട് ഹോൾ ഇട്ടിട്ട് നമ്മൾ ഈ സാധനം സ്ക്രൂ ചെയ്ത് കയറ്റണത്. അപ്പോൾ 2 അറ്റത്തും നമ്മൾ ഹോൾ ഇട്ടിട്ടാണ് ഈ സാധനം കയറ്റണത്. അപ്പോൾ കയറ്റുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സ്ക്രൂ ചെയ്യുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ വല്ല മാറിപ്പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് സാൻഡറൊക്കെ അടിച്ച് കളയാൻ നിൽക്കണം. പിന്നെ വശങ്ങളൊന്നും തിരിയാൻ പാടില്ല. അപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല. അത് ഒട്ടിച്ചൊക്കെ കഴിഞ്ഞിട്ടാണ്. ഒട്ടിച്ച് കഴിഞ്ഞ് സെൻറ്ററിൽ 2 സ്ക്രൂ വന്നിട്ടുണ്ട്. പിന്നെ ഈ ഭാഗത്താണ് നമുക്ക് 2 ഹോൾ വരുന്നുണ്ട്. ഒരറ്റത്ത് 2 ഹോൾ വരും. നമുക്ക് റബ്ബർ വലിച്ചിടാനുള്ള ഹോള് ഇടുന്നുണ്ട്. പിന്നെ ആ അറ്റത്തുനിന്നുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ട്രിഗർ മുന്നോടുത്ത് ആ ട്രിഗർ ഇരിക്കാനുള്ള ഒരു ഹോള് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേറെ ഹോളുകളൊന്നും വന്നില്ല. അപ്പോൾ ഏകദേശം രൂപത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തേക്കാണ്. മാർക്ക് ചെയ്ത് വരച്ചിട്ട് കട്ട് ചെയ്ത് ഇനി നമുക്ക് എന്തായാലും ഇതുമ്പോൾ നമ്മൾ സാൻഡർ അടിച്ചിട്ട് ഒന്ന് ഷേപ്പാക്കി എടുക്കാം. നമുക്ക് എന്തായാലും ട്രിഗർ ഉണ്ടാക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു 6 എംഎമ്മിൻ്റെ പട്ടിയാണ് നമ്മൾ മേടിച്ചേക്കണത്. 1.5 ഇഞ്ച് വീതിയുണ്ട്. അപ്പോൾ ഇതുമേണ് നമ്മൾ ഇനി കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇത് കട്ട് ചെയ്ത് നമുക്ക് റെഡിയാക്കി എടുക്കാം. ട്രിഗറിൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ടാണ്. ഇനി ഇതുമ്പോൾ നമ്മളെ സ്പ്രിങ് ഇടാനുള്ള 2 ഹോളടിച്ച്, പിന്നെ ഇതിൻ്റെ സെൻറ്ററിൽ കൂടി ഇത് പിടിച്ചിട്ടാണ് 2 ഹോള് വേറെ അടിക്കണം. ഇപ്പം മൊത്തം 4 ഹോള് നമ്മൾ വരും. നമുക്കത് പോയി അടിക്കാതെ ഷീറ്റുമ്പോൾ നമ്മൾ മാർക്ക് ചെയ്തിട്ടേക്കാണ്. അല്ല, അപ്പോൾ ഈ പട്ടയുമാണ് നമ്മൾ മുറിച്ചെടുത്തേക്കണത്. അപ്പോൾ നമ്മൾ ഈ പട്ട വെച്ചാണ് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഷീറ്റ് വളക്കാൻ പോകുന്നത്. ഇങ്ങനെ വളച്ചെടുക്കാം നമുക്ക് ഷീറ്റ്. അപ്പോൾ വളക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു പട്ട വെച്ചിട്ട് നമ്മൾ അതിന്മേൽ കൂടി ഒന്ന് സാൻഡർ ഓടിച്ചു കൊടുക്കുന്നുണ്ട്, പെട്ടെന്ന് ഒടിയാൻ വേണ്ടി. അങ്ങനെ ഒടിഞ്ഞാലും മാത്രമേ അത്രയ്ക്ക് ആ മൂല പെർഫെക്റ്റായിട്ട് ഇരിക്കുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയുള്ള ആ ഒരു സാൻഡർ വെച്ച് ജസ്റ്റ് ഒന്ന് ഓടിക്കണുള്ളൂ. നമ്മളപ്പോൾ സ്പ്രിങ് ഇട്ട് കൊടുക്കാൻ പറ്റും. സ്പ്രിങ് എടുത്താണെന്നുണ്ടെങ്കിൽ ഒരു മാക്സിമം ഒരു 1.5 സെൻറ്റിമീറ്റർ നീളമുള്ളൂ. അതിൻ്റെ ഗ്യാപ്പ് നോക്കിയിട്ട് അതിൽ ഒതുങ്ങേണ്ട സ്പ്രിങ് എടുത്താൽ ഇത്രയും കൂടി ചെറിയ സ്പ്രിങ് എടുക്കാം, ആ ഗ്യാപ്പ് നോക്കിയിട്ട്. എന്നിട്ട് നമ്മൾ ഈ ചെമ്പമ്പി, അതായത് വയറിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു 4 കഷ്ണം ചെമ്പമ്പി പിരിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടി വെറുതെ കോർത്തങ്ങാട് അതിൻ്റെ ഉള്ളിലോട്ട് ആ ഹോളിൻ്റെ ഉള്ളിലോട്ട് നമ്മളായിട്ട് പിരിച്ചങ്ങോട്ട് വെക്കുകയാണ്. വേറെ കുഴപ്പമൊന്നുമില്ല. അത് പിന്നെ നമ്മളെടുത്ത് അങ്ങനെ സ്പ്രിങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള സ്പ്രിങ്ങാണ്. ഒരുപാട് നമ്മൾ ആദ്യം ഒരു സ്പ്രിങ് ഇട്ട് നോക്കിയായിരുന്നു, പക്ഷേ അത് ഭയങ്കര ടെമ്പറായിരുന്നു. അപ്പോൾ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള സ്പ്രിങ്ങാണ് നമ്മൾ എടുത്തത്. ഏറ്റവും നല്ലത് നമ്മുടെ പഴയ മെക്കാനിസം, ടേപ്പിൻ്റെ മെക്കാനിസം ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ സ്പ്രിങ് കിടപ്പുണ്ട്. അതാകുമ്പോൾ കറക്റ്റ് ഒരു 1.5 സെൻറ്റിമീറ്റർ ഉണ്ടാവുള്ളൂ ആ സ്പ്രിങ്. അതാണ് ഞാൻ എടുത്തത്. അതാകുമ്പോൾ ഭയങ്കര ഫ്ലെക്സിബിൾ ആയിട്ടുള്ള സ്പ്രിങ്ങാണത്. അതെന്ന് പറഞ്ഞാൽ കറക്റ്റ്
സേഫ്റ്റി ടൈറ്റും കിട്ടും. അത് നല്ല അടിപൊളി സ്പ്രിങ്ങാണ് നമ്മൾ എടുത്തേക്കുന്നത്. നല്ല സ്പ്രിങ്ങാണ്, ആ നല്ല നമ്മൾ ഉദ്ദേശിച്ച രീതിയിലെ സ്പ്രിങ്ങാണ് അത്. വേറെ സ്പ്രിങ് കിട്ടണമെങ്കിൽ ഒരുപാട് ടെമ്പർ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ അമ്പിൻ്റെ ഉള്ളിലോട്ട് കയറ്റുമ്പോൾ ഭയങ്കര ടൈറ്റ് വരും. അത് വലിയ ഇടങ്ങേറാണ്. ഇതാകുമ്പോൾ വെറുതെ റബ്ബർ ബാൻഡ് വെളിയിലോട്ട് ഇങ്ങനെ വലിഞ്ഞു കൊടുത്തുള്ളൂ. അത്രയ്ക്ക് നല്ല സ്മൂത്ത് സ്പ്രിങ്ങാണ് നമ്മൾ എടുത്തേക്കണത് കേട്ടോ. സ്പ്രിങ്ങൊക്കെ ഇട്ടിട്ടാ, സ്പ്രിങ്ങൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഇനി 2 ഹോൾ വന്നേക്കണം കേട്ടോ. ഹോളിലേക്ക് കൂടി നമ്മൾ ആ ബോക്സിൽ വെച്ചിട്ട് നമ്മളത് പഞ്ച് ചെയ്ത് തുളച്ചെടുക്കാൻ നോക്കുന്നത്. എന്തായാലും എടുത്ത് നമുക്ക് വെക്കാൻ വേണ്ട. ഇതെൽ മോഡലിൽ ഇങ്ങനെ വെച്ചില്ലെങ്കിൽ നമുക്ക് മടക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റാതെ നമ്മൾ നോക്കുന്നു. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ പഞ്ച് ചെയ്യാൻ പോകും. പിന്നെ ഈ ട്രിഗറിൻ്റെ അടിയിൽ വന്നൊരു വളഞ്ഞൊരു ഭാഗമുണ്ട്. അപ്പോൾ നമ്മളത് ഈ പട്ടയിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുന്നത് ഭയങ്കര ഒരു റിസ്ക്കാണത്. അത് വളച്ചെടുക്കുന്ന വലിയ ബുദ്ധിമുട്ടാണത്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് സ്റ്റീലിൻ്റെ കമ്പി തന്നെ 6M എടുത്തിട്ട് ഒരു ചെറുതായിട്ട് ആ ഒരു ഭംഗിയിൽ വളച്ചിട്ട് നമ്മൾ അത് വെച്ച് വെൽഡ് ചെയ്തില്ല. അപ്പോൾ നമുക്ക് ആ താഴത്തേക്കുള്ള പീസും നമുക്ക് ഓക്കെ. അപ്പോൾ നമുക്കിങ്ങനെ കാഞ്ചി വലിക്കുമ്പോൾ നമുക്ക് താഴത്തേക്കുള്ള ഒരു കാഞ്ചിയായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. അത് നല്ല കുറേ കൂടി എളുപ്പമാണ് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ. നമ്മൾ ഇവിടെ ഹോളൊക്കെ അടിച്ച് കഴിഞ്ഞിട്ടാണ് എവിടെ ഹോളൊക്കെ അടിച്ച് കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ ഇതിനാണ് ഇതിന്മേലാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തേക്കുന്നത്. ഇത് വെച്ചപ്പോൾ നമ്മളൊരു ചെറിയ പേപ്പറൊക്കെ ഉണ്ട്, അതായത് കുറച്ച് ലൂസ് കിട്ടാൻ വേണ്ടി. കിടങ്ങേറായിരുന്നു എടുക്കാണ്ടപ്പോൾ നമ്മൾ ഇനി വളക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനുള്ളിൽ. ഇതിനുള്ളിലോട്ട് ട്രിഗർ ഇട്ട് കൊടുക്കാൻ വേണ്ട. മറ്റേത് ഹോള് കറക്റ്റ് ചെയ്യണം. നമ്മളിങ്ങനെ വെച്ച് ഇങ്ങനെ നോക്കിയിട്ട് അപ്പോൾ ഇതുപോലെ നമ്മൾ ഡ്രില്ലിന് ഉള്ളിലിട്ടിട്ട് നമ്മൾ ആ ഹോള് കറക്റ്റ് ചെയ്യണം. ഹോള് കറക്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഡ്രില്ലിന് തുളക്കണത്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഷാഫ്റ്റ്, അതായത് ഈ റാഡ് വെച്ച് അവിടെ നേരെ അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഒരു ഹോള് കറക്റ്റായി. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അടുത്ത ഹോള് നമ്മൾ അടിക്കണത്. അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ ഈ മാറിപ്പോകും. അത് വേണ്ടി ഹോൾ അടിക്കേണ്ട. അപ്പോൾ ഡ്രില്ലിന് ഹോൾ അടിച്ചിട്ട് നമ്മളിനി ഉളിച്ച് കുത്തിയെടുക്കാൻ വേണ്ടത്. ഇത് ഹോളാക്കിയിട്ട് വേണം അതിൻ്റെ ഉള്ളിൽ കറക്റ്റ് ടൈറ്റിൽ നമ്മൾ ഇറക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഈ സെൻറ്ററിൽ കൂടി പൊടിയിടാൻ വേണ്ട. അപ്പോൾ നമ്മളൊരു ആണി എടുത്തിട്ട് ഇങ്ങനെ വളച്ച് ഈ സൈഡ് നന്നായിട്ട് മൂർച്ച് വെച്ചേക്കാണ് സാൻഡറിന് ചീവിട്ട്. അപ്പോൾ നമുക്കിത് കറക്റ്റായിട്ട് ഇവിടെ ഒന്നേ വലിച്ചിട്ടുണ്ട്. ഇതുപോലെ അടിക്കണമെങ്കിൽ നമുക്ക് പിന്നെ ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ നമ്മൾ റൂട്ടർ എടുക്കുന്നുണ്ട് നല്ലത്. റൂട്ടർ അപ്പോൾ നമ്മൾ ഈ രാത്രിയാണ് ഈ വീഡിയോസ് ചെയ്യണമായിരുന്നു. നമുക്ക് നമ്മുടെ വീട്ടിൽ റൂട്ടറില്ല. പിന്നെ നമ്മുടെ കൂട്ടുകാരൻ വീട്ടിൽ പോകണം നമ്മൾ. അപ്പോൾ അത് കാരണം അങ്ങനെ അവർ തിരക്കിലായിക്കോളൂ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് ഒന്നും പോയില്ല. ഇങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. റൂട്ടറാകുമ്പോൾ കുറച്ചും കൂടി എളുപ്പത്തിൽ പണി ചെയ്താകുമ്പോൾ ഇത്തിരി സ്ലോ ആവും, കുറച്ച് ടൈമിങ് എടുക്കും. മറ്റേതാകുമ്പോൾ വെറുതെ ജസ്റ്റ് ഒന്ന് അടിക്കുകയാണെങ്കിൽ അവിടെ പണി ഒരു 2 മിനിറ്റത്തെ പണി ഉണ്ടാവില്ല. ഇതാകുമ്പോൾ കുറച്ച് എങ്ങനെ വന്നാലും 10-20 മിനിറ്റ് പിടിക്കും ഇതൊക്കെ റെഡിയാക്കി എടുക്കാനായിട്ട്. റൂട്ടറാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണത്. ആ ഒരു 4mm തന്നെ നമ്മളിത് അമ്പുമ്മേന്ന് മുറിച്ചെടുത്താണ്. ഇത് 1.5 ഇഞ്ച് നീളമുണ്ട്. ഇത് 1 ഇഞ്ചുണ്ട്. ഇത് ഫ്രണ്ടിലും അല്ല കുറുനാക്ക്. ഇത് പിന്നെ സ്പ്രിങ്ങുമ്മ ആ റോപ്പ് ടൈറ്റ് ചെയ്യണ ഒരു സംഭവം ഇതാണ് എടുത്തേക്കണം നമ്മൾ. അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ബെൻഡ് ചെയ്യണമെന്ന്. അപ്പോൾ നമുക്ക് ബെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ അധികമൊന്നും വളച്ചിട്ടില്ല. അത് നമ്മളിങ്ങനെ വെച്ച് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. എന്താ ഇതിങ്ങനെ വെച്ച് നമ്മൾ വെൽഡ് ചെയ്യാൻ പോണത്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു അകലം കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിൽ ഉണ്ടാവില്ല. എന്തോരം വീതി നീളം എന്തോരം വളമൊക്കെ കൊണ്ടത്. അപ്പോൾ നമുക്ക് അങ്ങനെ വെച്ച് നോക്കി അറിയാൻ പറ്റുള്ളൂ. അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് നമുക്ക് വെൽഡ് ചെയ്തെടുക്കരുത്. പിന്നെ നമ്മൾ വെൽഡ് ചെയ്യാൻ വേണ്ട. വെൽഡ് ചെയ്യുമ്പോൾ എന്താ കുഴപ്പം വെച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റയ്ക്കാണ് വെൽഡ് ചെയ്ത് കളയരുത്. അങ്ങനെ കളഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കമ്പി വളഞ്ഞു പോകും. അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്. അപ്പോൾ നോക്കി ഒരു ടാക്ക് അടിച്ച് പിന്നെ തിരിച്ചിട്ട് അപ്പുറത്ത് ടാക്ക് അടിച്ച് പയ്യെ വെൽഡ് ചെയ്തില്ലെങ്കിൽ കമ്പി നേരെ നല്ല ബെൻഡായിപ്പോൾ പിന്നെ അത് അടിച്ച് നിർത്തേണ്ടി വരും. അത് വലിയ ഇടങ്ങേറുമാണ് അത്. അപ്പോൾ പയ്യനെ വെൽഡ് ചെയ്ത് മാത്രമേ നമ്മൾ ഈ സാധനം നമുക്ക് റെഡിയാക്കാൻ പറ്റുള്ളൂ മെയിനായിട്ട്.
ഗിയറിൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ടാണ് 2 റിബേറ്റും അടിച്ച് എല്ലാം ഫ്രീ ആയിപ്പിക്കുന്നുണ്ട്. നല്ല ഫ്രീ ആയിട്ടുണ്ട്. ഇനി നമുക്കത് ആ ഗണ്ണ് നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളൊന്ന് ഹോൾ അടിച്ചിട്ടുണ്ട്. ഹോൾ എന്ന് പറഞ്ഞെങ്കിൽ കറക്റ്റായിട്ട് ആ ഒരു ട്രിഗർ എടുത്ത് വെച്ചിട്ട് അതിങ്ങനെ നോക്കിയിട്ടാണ് നമ്മൾ ഹോൾ അടിച്ചേക്കണത്. ഇനിയിപ്പോൾ അതിൻ്റെ ഉള്ളിലോട്ട് നേരെ എടുത്ത് കയറ്റിക്കൊണ്ട് മുകളിൽ നിന്ന് നമുക്ക് നമ്മൾ എടുത്തേക്കണ കമ്പികളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 12 റാഡ് തന്നെയാണ് നമ്മൾ എടുത്ത് അതിൻ്റെ ഉള്ളിലോട്ട് ഇറക്കണത്. ഇപ്പോൾ ട്രിഗറിനും ഇട്ടത് 12 റാഡാണ് നമ്മൾ ഇട്ടത്. അതാകുമ്പോഴെന്നുണ്ടെങ്കിൽ നല്ല കത്തി വണ്ണവുമാണ്. അപ്പോൾ കാരണം അത് വെച്ചാണ് നമ്മൾ റിബേറ്റും കാര്യങ്ങളൊക്കെ ചെയ്തേക്കണത്. ഇതിനും അതുപോലെ നമ്മളിത് നേരെ ഇറക്കി വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് ഈ 12 റാഡ് തന്നെ നമ്മൾ ഇറക്കി കൊടുക്കുകയാണ്. അപ്പോൾ നല്ല ഇതായിരിക്കും. നമുക്ക് വേറെ ഒരു ആണിയോ വേറെ ഒന്നും ഇടാൻ നിൽക്കേണ്ട ആവശ്യമില്ല. ഇനി പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ അമ്പിൻ്റെ ബാക്കിൽ വന്ന സംഭവങ്ങളാണ്. അതായത് നമ്മുടെ റബ്ബർ വലിച്ചിരുന്ന സംഭവമാണ്. അപ്പോൾ നമ്മൾ നേരത്തെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ട് നോക്കുമ്പോൾ റാഡ് തീർന്നു പോയി. അപ്പോൾ അതായത് നമ്മൾ റാഡ് പിറ്റേ ദിവസം നമ്മൾ മേടിക്കാൻ പറ്റും. രാത്രിക്ക് കാരണം ടൈമിൽ കടമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ പിറ്റേ ദിവസം പോയി നമ്മൾ റാഡ് മേടിച്ചിട്ട് അതിൻ്റെ ബാക്കിൽ നമ്മൾ റബ്ബർ വലിച്ചിടാനുള്ള ഒരു സംഭവം നമ്മൾ വെൽഡ് ചെയ്യുന്നത്. കഴിഞ്ഞിട്ട് ഏകദേശം ഇനി ഗ്രൈൻഡ് ചെയ്യണം. അപ്പോൾ വെൽഡ് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അധികം ചൂടാൻ പാടില്ല. പയ്യനെ ഓരോ സ്പോട്ട് അടിച്ച് സാധനം വെൽഡ് ചെയ്യാൻ പാടില്ല. അല്ലെങ്കിൽ ഇത് വളഞ്ഞു പോകും. അത് കാരണം പയ്യനെ വെൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത്ര നേരം വെൽഡ് ചെയ്തതിന് 2 മണിക്കൂറായിട്ട് ടൈം തോന്നും. അല്ലെങ്കിൽ ഈ സാധനം വളഞ്ഞു പോകും. വളമൊന്നുമില്ല. ഇത് ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ബാക്കിലൊക്കെ ഒരെണ്ണം വെച്ചിട്ടുള്ളൂ. ഇനി ഒരെണ്ണം കൂടി വെക്കാനുണ്ട്. നമ്മളിപ്പോൾ 2 റബ്ബറാണ് ഇടുന്നത്. അപ്പോൾ ഒരെണ്ണത്തിൻ്റെ പണിയൊക്കെ ഫിനിഷ് ആയിക്കാണ്. ഇനിയിപ്പോൾ നമുക്ക് അടുത്തതും കൂടി നോക്കണം. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ആ വെക്കുമ്പോൾ ഒന്നിനും പിരിച്ചിലൊന്നും പാടില്ല. ഒരുപാട് ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ ഈ അമ്പും ബാക്കിൽ വന്നേക്കെ തൊട്ട് ഭയങ്കര തിരിവും കാര്യങ്ങളൊക്കെ ഒരുപാട് ശ്രദ്ധിക്കണം. നമ്മൾ ബാക്കിൽ ആ പിടി വെക്കാൻ പോകണ്ട. ഈ ഒരു മരം എന്ന് പറഞ്ഞാൽ പൈൻ വുഡ് എന്താണ് ഇതിനെ പറയണത്, അങ്ങനത്തെ പേരാണ് ഇതിന് പറയണത്. പിന്നെ ഇതെന്നുണ്ടെങ്കിൽ ഒറ്റപ്പണിയിൽ തീർക്കേണ്ട കാര്യമില്ല. അതായത് ഒരുപാട് മരം വേസ്റ്റുകൾ പോകും. അപ്പോൾ നമുക്ക് ഈ ഒരു പിടി ചെയ്യുന്നുണ്ട് ഇതിനൊക്കെ വലിയ ഇതൊന്നുമില്ല. ബലം എന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് പശയിട്ടുകൊണ്ടൊരു സ്ക്രൂ ചെയ്തിട്ട് ആ ഒരു ബലം മതി ശരിക്കും വേണമെങ്കിൽ. പിന്നെ ഈ മരത്തിന് ഭയങ്കര വെയിറ്റ് കുറവുണ്ട്. അതാണ് കൂടുതൽ നമ്മൾ എടുത്തത്. നമ്മളിപ്പോൾ ശരിക്കും വേണമെങ്കിൽ വീട്ടിലുണ്ടായാലും നമ്മളത് എടുത്ത് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. വേറെ ഇവിടെ ഒരു വളയം വെക്കൂല. അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ട. നമ്മൾ എടുത്തേക്കണത് പട്ട എടുത്തേക്കണ. ഈ പട്ടയിൽ 1 ഇഞ്ചിൻ്റെ ഒരു 3 mm കനുള്ള ഒരു പട്ട എടുത്തേക്കണം. അപ്പോൾ അതിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണെങ്കിൽ പീസ് ഇങ്ങനെ വളച്ചെടുത്തിട്ട. ഇനിയിപ്പോൾ ഇത് ഇത്ര ഭാഗത്ത് നമ്മൾ കട്ട് ചെയ്തല്ല, നമ്മൾ ഒരു മടക്കണം. അതിന് നമ്മൾ ഇതും ഇവിടെ നമ്മൾ സാൻഡറിന് പൊഴിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതും സാൻഡറിന് പൊഴിച്ചിട്ടുണ്ട്. അപ്പോൾ സാൻഡറിന് 2 വര അങ്ങോട്ട് ഒരു 2 പ്രാവശ്യം വരച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സാധനം കറക്റ്റായിട്ട് ഓടിച്ചെടുക്കാം. അല്ലെങ്കിൽ പിന്നെ വെൽഡ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് അധികം അങ്ങോട്ട് നമ്മൾ അമർത്തരുത്. ഒരു ചെറിയൊരു വര മാത്രം വേണം. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഓടിച്ചു തരണമെങ്കിൽ കറക്റ്റ് ആംഗിളിൽ നമുക്ക് ഈ സാധനം കിട്ടും. പിന്നെ നമ്മൾ സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കാൻ വേണ്ടതാണ്. ഇനി നമ്മൾ വാർണിഷ് അടിക്കാൻ പോയിട്ട്, അതായത് എല്ലാം ഏകദേശമൊക്കെ പണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് വാർണിഷും അടിച്ചിട്ട് ഒന്ന് ഉണങ്ങാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു പണി ഫിനിഷിംഗ് ആയി. ബാക്കിയുള്ള റബ്ബറും കാര്യങ്ങളും ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഇടാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഈ സാധനം ഉണ്ടാക്കിയിട്ട് 1000 രൂപ ചിലവ് വന്നിട്ടുള്ളൂ. അതായത് നമ്മുടെ ഇതിൻ്റെ ഈ അമ്പ് മേടിക്കാനായിട്ട് നിസ്സാര പൈസ വന്നിട്ടുള്ളൂ. പിന്നെ ഇതിൻ്റെ റബ്ബർ മേടിക്കുകയാണെങ്കിൽ 1 മീറ്ററിന് 350 രൂപ. പക്ഷേ 2 എണ്ണം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഇതുകൊണ്ട്. പിന്നെ ഇതുകൊണ്ടെങ്കിൽ ഇതിൻ്റെ പണിക്കാശ് വെച്ച് നോക്കുമ്പോൾ ഈ പൈസയൊക്കെ ഉണ്ടാക്കാൻ വരും കേട്ടോ. പക്ഷേ നമുക്കൊന്ന് ശ്രമിക്കുകയാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സാധനം സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതുണ്ട് കേബിൾ എന്ന് പറയുകയാണെങ്കിൽ ഈ കേബിൾ വന്നേക്കണത് നമ്മൾ ഇതിൻ്റെ ഉള്ളിലോട്ടാണ്, ഈ റബ്ബറിൻ്റെ ഉള്ളിലോട്ടാണ് കയറ്റാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ തുമ്പത്ത് നമ്മൾ നൂല് എന്ന് പറഞ്ഞാൽ വലയൊക്കെ നൂലാണ്, നല്ല ഉഗ്ര നൂലാണ്, നൈലോൺ നൂലാണത്. അപ്പോൾ നല്ല അടിപൊളി നൂലാണത്. അപ്പോൾ ഇത് ഈ കേബിൾ എന്ന് പറയുന്നത് കേബിൾ ഒരു സ്റ്റീലാണ് എടുത്തേക്കണത്. ഈ കേബിൾ ഇട്ട് നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ ഉള്ളിൽ ബ്രേക്കിൻ്റെ ഒരു കേബിളാണത്. ആ കേബിളിൽ നമ്മൾ എടുത്താണ്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഈ നൂലങ്ങാട് അങ്ങോട്ട് ചിറ്റിയാണ് കൊടുക്കുന്നത്. അടിപൊളിയായിട്ട് നല്ല ടൈറ്റ് ചുറ്റണം കേട്ടോ. എന്നാൽ മാത്രമേ നല്ല ബലമായിട്ട് ഈ സാധനം ഇരിക്കുകയുള്ളൂ.
അപ്പോൾ ഒരു ചെറിയൊരു ബോളാകൃതിയിൽ നമ്മൾ ചുറ്റിക്കാൻ ഈ സാധനം എന്നാലും മാത്രമേ അതിൻ്റെ ഉള്ളിൽ പുറത്തുനിന്ന് കെട്ടുമ്പോൾ അത് തടഞ്ഞ് നിൽക്കുകയുള്ളൂ. അത് കെട്ടിക്കൊടുത്തത് പിന്നെ തുമ്പ് ഉൾപ്പെടെ അങ്ങനെ ചുറ്റിക്കെട്ടണമെങ്കിൽ ആ കമ്പിയൊക്കെ ചാടിക്കണം. കാരണം അതല്ല അല്ല ഇത്ര മതി ഇത്ര മതി നമുക്ക് കെട്ടിട്ട് കൊടുക്കുന്നത്. നല്ല ബലത്തിൽ ഈ സാധനം ടൈറ്റ് ഊരിപ്പോരാൻ പാടില്ല നമുക്ക് എന്തായാലും. അപ്പോൾ ആ മാതിരി നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് അല്ല ഇതുപോലെ ഇപ്പുറത്തും ഇതുപോലെ നമ്മൾ കെട്ടിക്കൊടുക്കാൻ വേണം. രണ്ടെണ്ണം കെട്ടിക്കഴിഞ്ഞിട്ടാ അല്ല അപ്പോൾ നമുക്കൊന്ന് പശയിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ കെട്ടിക്കഴിഞ്ഞിട്ട്. ഇനി നമുക്ക് കാണിച്ചാൽ നമ്മൾ റബ്ബർ എടുക്കണം. അപ്പോൾ നമ്മൾ എടുത്തേണ്ട റബ്ബർ എന്ന് പറഞ്ഞെങ്കിൽ 8mm റബ്ബറാണ് എടുത്തേക്കണത്. 10mm നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ 8mm ആണ് മേടിച്ചത്. ഇതൊരു 10 ഇഞ്ച് നീളത്തിലാണ് നമ്മൾ റബ്ബർ കട്ട് ചെയ്യണത്. അപ്പോൾ ഒരെണ്ണം കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമുക്ക് നോക്കിയിട്ട് ടൈറ്റ് ഒരുപാടാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി വലുതാക്കാൻ ആ 10mm തന്നെ മതി ശരിക്കും. എന്നാലും നമ്മൾ ഒരെണ്ണം കട്ട് ചെയ്ത് മാറ്റില്ല. അതിൻ്റെ ഉള്ളിലോട്ടാണ് നമ്മൾ ഈ പറഞ്ഞിട്ട് ഈ സ്റ്റീൽ റോപ്പ് ഒത്തിരി എണ്ണയിൽ മുക്കിയിട്ടാണ് കയറ്റി കൊടുക്കുന്നത്. എന്തോരം വന്നുണ്ട്. അപ്പോൾ കുറവാണെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് ഓവറാണെങ്കിൽ നമുക്ക് ഇത്തിരി കൂട്ടേണ്ടി വരും. അല്ലെങ്കിൽ 10 ഇഞ്ചിന് എടുത്താൽ മതി. നമുക്കൊന്ന് സെറ്റ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളോട്ട് തന്നെ നേരെ അങ്ങോട്ട് കയറ്റി കൊടുക്കണം. നല്ല ഭയങ്കര ക്വാളിറ്റിയുള്ള റബ്ബറാണിട്ടത്. കുറച്ച് അരി കൊടുത്തിട്ടുള്ളൂ. നമുക്ക് കെട്ടി കൊടുക്കുന്നത് അപ്പം അറ്റത്ത് നമ്മൾ കുട്ടിക്കുന്നുണ്ട്. കുട്ടിക്ക് എന്താ കുഴപ്പമെന്നുണ്ടെങ്കിൽ ഇത് ആദ്യത്തെ കെട്ടിന് മുറുകൂല നമുക്ക്. ഇനി നമുക്ക് കെട്ടിക്കൊടുക്കുന്നത്. പിന്നെ സ്റ്റീലിൻ്റെ ആ ഒരു കേബിൾ മാക്സിമം ഒരു 3 ഇഞ്ച് നീളം മതി. അതിൻ്റെ ആവശ്യമുള്ളതായിരിക്കും വേണേൽ അതിന്. പക്ഷേ 13 ഇഞ്ചോളം മൊത്തത്തിൽ വരും അത്. അപ്പോൾ 3 ഇഞ്ചിനാണ് നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടാണ് ഇതുമ്പോൾ തുമ്പത്ത് നമ്മൾ ചരട് വെച്ച് ഒരു ചെറിയൊരു മുള പോലെ ആക്കിയേക്കണത്. അതിൻ്റെ ആവശ്യമുള്ളതായിരിക്കും പറയണമെങ്കിൽ. കെട്ടിക്കൊടുത്തേ കഴിഞ്ഞിപ്പോൾ ഇതും ഉള്ളിൽ വിട്ടാണ് നമ്മൾ കെട്ടാൻ പോകുന്നത്. ട്രിഗർ ശരിക്കും സേഫാണ്. ഇത് വെക്കണം. വെച്ചില്ലെങ്കിൽ പെട്ടെന്നൊക്കെ കൈ അവിടെ മുട്ടിയുണ്ടെങ്കിൽ ട്രിഗർ വന്നിട്ടുണ്ടെങ്കിൽ അമ്പ് നമ്മൾ ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള സംഭവം തന്നെയാണ് ഇതൊക്കെ. അതായത് അമ്പൊക്കെ എങ്ങാടൊക്കെ പോകുന്ന അറിയാം. അപ്പോൾ ഇതും കൂടി നമുക്ക് സെറ്റ് ചെയ്യാം. അത് നമ്മുടെ പണിയെല്ലാം തീർന്നേക്കാണ്. ഓൺലൈൻ വഴിയാണ് കേട്ടോ നമ്മുടെ ഫിഷ് കണ്ണുമ്പോൾ വെക്കാനുള്ള ഒരു റീലി മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു 650 വില നല്ല അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഒരു സംഭവമാണത്. അപ്പോൾ ഇതുമ്പോൾ ഇനിയിപ്പോൾ നമുക്ക് കൊണ്ട് സെറ്റ് ചെയ്യണം. അപ്പോൾ 2 ഹോൾ അടിക്കാറുണ്ട്. ആ ഹോളും കൂടി നമ്മളിത് നമ്മളതൊന്ന് വെക്കാനായിട്ട് 2 ഹോൾ അടിക്കണം. അപ്പോൾ നമുക്ക് ഇനി അടിച്ചിട്ട് നമ്മൾ നേരെ അങ്ങോട്ട് അതുമ്പോൾ സെറ്റ് ചെയ്യാനാണ്. ഇതെല്ലാം പണി തീർന്നിട്ടാ. ഇനി നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ നമുക്ക് ടെസ്റ്റ് അടിച്ച് നോക്കണം എന്തായാലും. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ വർക്കെല്ലാം തീർന്ന് നല്ല അടിപൊളിയായിട്ടുണ്ട്. നമുക്കധികം പൈസ ചിലവും വന്നിട്ടില്ല ഇതിന്. ഇപ്പോൾ നമ്മളിപ്പോൾ ഷൂട്ട് ഞാൻ ഇതുവരെയായിട്ടും ഫിഷുകൾ ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ ഇത് മുന്നോക്കം നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് എടുത്ത് ചെയ്യുമ്പോൾ നമുക്കത് ഒന്നും ഈ പറഞ്ഞിട്ട് ഉന്നം ചിലപ്പോൾ തെറ്റാൻ ചാൻസ് ഉണ്ട്. എന്നാലും നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മൾ ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇത് നമുക്ക് ഉണ്ടാക്കിയതിന് അധികം പൈസ ഒന്നും എനിക്ക് അങ്ങനെ 1000 രൂപ ചിലവ് വന്നിട്ടുള്ളൂ. നമ്മൾ സ്വയം ഉണ്ടാക്കിയിട്ട് നമുക്ക് 1000 രൂപ ചിലവ് വരുള്ളൂ. പക്ഷെ നമ്മൾ ഒരാളുടെ മേടിക്കുമ്പോൾ അതിന് പൈസ വരും. അതുകൊണ്ട് അതിനുള്ള പണി ഇതുമ്പോൾ ഉണ്ട്. അപ്പോൾ നമ്മൾ ഫിഷ് കണ്ണ് എടുത്തുകൊണ്ട് നമ്മളൊരു മരത്തുമ്പോൾ കുപ്പി കെട്ടിക്കൊണ്ട് നമ്മൾ അന്ന് അടിച്ചു നോക്കേണ്ടത്. നമ്മൾ അടിച്ചിട്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഏതാണ്ട് ഒരു ഭാഗത്ത് നമുക്ക് സാധനം കിട്ടിയിട്ട്. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 8 അടി അകൽക്കുന്നതാണ് നമ്മളത് അടിച്ചു നോക്കിയത്. അത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു റബ്ബർ ഇട്ടിട്ട് 8 അടി അകൽക്കുന്ന അടിച്ചു നോക്കിയിട്ട് നല്ല പക്കയായിട്ട് സാധനം പോയേട്ടാ. പിന്നെ ഒരു 8ൻ്റെ പണി കിട്ടിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ സാധനം ഒരു പ്ലെയർ ഉപയോഗിക്കേണ്ടത്. അത്രയ്ക്ക് അത്യാവശ്യം പവറുണ്ട് ഒരു റബ്ബർ ഇട്ടിട്ട്. ശരിക്കും ഒരു റബ്ബർ യൂസ് ചെയ്താൽ മതി. നമുക്ക് ഈ പുഴയിൽ പോയി നമ്മൾ ചെയ്യാൻ വെച്ചപ്പോൾ ഇവിടെയൊക്കെ മഴ കാരണം നമുക്ക് എല്ലാ വെള്ളം കലങ്ങി കിടക്കണം. അപ്പോൾ നമുക്ക് പുഴയിൽ പോയി നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് നമ്മൾ ഇങ്ങനെ ഒരു മരത്തുമ്പോൾ തന്നെ ഒരു കുപ്പി ഇട്ടിട്ട് നമ്മൾ അടിച്ചു നോക്കിയത്. അപ്പോൾ ഏകദേശം നമ്മൾ ആദ്യമായിട്ട് അടിച്ചാലും നമുക്ക് കറക്റ്റായിട്ട് ഉന്നം ഏകദേശമൊക്കെ കിട്ടേണ്ടത്. അപ്പോൾ അത്രയ്ക്ക് നല്ല ഒരു സംഭവം കുഴപ്പമില്ല. ഉന്നമൊക്കെ നമുക്ക് സിമ്പിളായിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോ കണ്ടുപിടിക്കുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടും. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും കാണാം.